ആരാണ്? രാഹുൽ ഗാന്ധിയെ നല്ല ഉപദേശം നടത്തുന്ന KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാലിന്റെ സോളാർ കഥകളും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അത് എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, KC വേണുഗോപാൽ, മിസ്റ്റർ KC വേണുഗോപാൽ, നിങ്ങളല്ലേ 500 രൂപയുടെ നോട്ട് കെട്ടുകളുടെ മുകളിൽ അടയിരുന്നത്? ഒരു കൊട്ടിക്കലാശം പാലക്കാട് നടന്നല്ലോ. എല്ലാ മാധ്യമ പ്രവർത്തകരും അത് കണ്ടല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര കണ്ട അമ്മമാർ വീട് വിട്ട് പുറത്തിറങ്ങി ഒരു പാലക്കാട് ഒരു കടലായി മാറിക്കൊണ്ട് അവർ ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്ന കാഴ്ച ഇവിടെ വന്നു. നവമാധ്യമങ്ങളിലൂടെ അത് പുറം ലോകമറിഞ്ഞു. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു? എന്തുകൊണ്ട് 30 വർഷം കഠിനാധ്വാനം ചെയ്ത ഒരു സ്ത്രീയെ കേരളം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വരി പോലും വാർത്ത ആ കൊട്ടിക്കലാശത്തെ തുടർന്ന് ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേ അറ്റം വേദനാജനകമാണ്. ഇത് ആപൽകരമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകരെല്ലാവരും ചേർന്ന് പോയല്ലോ ഒരമ്മയെ കാണാൻ. ആ അമ്മ പൈസ വാങ്ങി എന്നായിരുന്നു ആദ്യത്തെ കമന്റ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടി. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോയി. 70 വയസ്സ് കഴിഞ്ഞ മകന് മാനസിക അസുഖമുള്ള, ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത, ഒരു വരുമാനവും കുടുംബത്തിലില്ലാത്ത ഒരു പാവപ്പെട്ട സാധു സ്ത്രീ അമ്മയെ അവർ തന്നെ പറഞ്ഞു, ഞാൻ ഏത് സ്ഥാനാർത്ഥി വന്നാലും മരുന്നിന് പണം ചോദിക്കുന്ന ഒരാളാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. പക്ഷെ എന്താ റിപ്പോർട്ട് പുറത്തു വന്നത്? ആ അമ്മയ്ക്ക് പണം നൽകി. ആരാണ് പണം നൽകിയത്? പണം നൽകിയതിൻ്റെ രേഖ എവിടെയാണ്? ഉണ്ടായില്ല. പക്ഷെ വലിയ രീതിയിൽ നിങ്ങൾ ഒരു കഥ കെട്ടിച്ചമച്ച് അത് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ പടർത്താൻ ശ്രമിച്ചു. ശോഭാ സുരേന്ദ്രന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാറല്ല പാലക്കാടിന്റെ മണ്ണിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കാറുകൾ അവിടെ യാത്ര ചെയ്യുന്നുണ്ട്, നിരവധി കാറുകൾ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ വാർത്തയാക്കിയില്ല? എനിക്ക് പണം തന്നിട്ടില്ല. 2 ചെറുപ്പക്കാർ അവിടെ പത്രസമ്മേളനം നടത്തുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ 2 ചെറുപ്പക്കാരിൽ ഒരാൾ ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയെ സഹോദരനാണ്. മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. അപ്പൊ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുടെ സഹോദരൻ അമ്മയുടെ മകനും ചേർന്നുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വാർത്തയ്ക്ക് ഒരു പ്രസക്തിയും അവിടെ ഉണ്ടായില്ല. എന്താണ് ഇതിനർത്ഥം? ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു ന്യൂസ് ഉണ്ട്, ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് മാധ്യമപ്രവർത്തകർക്ക് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. ആ വോയിസ് എന്താണ്? പ്രക്ഷോഭ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കാമഭ്രാന്തനായ സ്ത്രീലമ്പടനായ ഒരുത്തൻ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അവൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞല്ലോ, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എന്നെ ക്രൂരമായി പീഡനത്തിന് വിധേയമാക്കുമ്പോൾ ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. എന്തേ മാധ്യമങ്ങൾ വാർത്തയാക്കാതിരുന്ന്? ഇന്നലെ വോയിസ് റെക്കോർഡ് പുറത്തിറങ്ങിയല്ലോ. അതിൽ പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ ബോസാണ്, ഷാഫി പറമ്പിൽ എപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ട്, പണത്തിന് ഇത്രയധികം ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള പ്രക്ഷോഭിന്റെ വോയിസ് കോൾ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇന്നലെ വാർത്തയാക്കാതിരുന്നത്? മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ യുവതി കൊടുത്ത മൊഴി ഇന്നലെ വീണ്ടും പുറത്തു വന്നു. എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിന് അപമാനമുണ്ടാക്കിയ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ ഒന്നിച്ചാക്ഷേപിച്ച ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ യുവതി കൊടുത്ത മൊഴി അതെന്തേ കേരളത്തിന്റെ മണ്ണിൽ വാർത്തയാക്കിയില്ല? ഇതെല്ലാം നിലനിൽക്കുന്ന പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ശോഭാ സുരേന്ദ്രനെ വേട്ടയാടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ തണലും പറ്റിക്കൊണ്ട് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുകയാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കേരളത്തിലാകമാനമുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലുള്ള മറുപടി മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ഇതുകൊണ്ടൊന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാം എന്ന് വിചാരിക്കേണ്ട. അടുത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം, ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു മാധ്യമം പറയുകയാണ്, ആ മാധ്യമത്തിന് സഹിക്കുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ശോഭയോടൊപ്പം വന്നു, സഹിക്കുന്നില്ല. ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം ശോഭയോടൊപ്പം ഇരിക്കുന്നു, സഹിക്കുന്നില്ല. ഒരു മാധ്യമം, നാണമുണ്ടോ ഒരു മാധ്യമത്തിന്? ഇന്നലെ രാത്രിയിൽ നടന്ന ന്യൂസ് അവർ ചർച്ച പോലെയുള്ള ഒരു ചർച്ചയിൽ ആ മാധ്യമം പറയുകയാണ്, ശോഭയ്ക്ക് വോട്ട് ചെയ്യരുത്. എന്താ ശോഭയ്ക്ക് വോട്ട് ചെയ്താൽ കുഴപ്പമുണ്ട്. ശോഭാ സുരേന്ദ്രൻ കേരള നിയമസഭയ്ക്കകത്ത് കയറിയാൽ പലരുടെയും മുഖം മൂടി പിച്ചി ചിന്തപ്പെടും. ശോഭാ സുരേന്ദ്രൻ കേരള നിയമസഭയിൽ പോയാൽ ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ അഴിമതിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ പോരാട്ടം നടത്തും. ഒരു മഹാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, ഇന്നും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആരാണ്? രാഹുൽ ഗാന്ധിയെ നല്ല ഉപദേശം നടത്തുന്ന KC വേണുഗോപാലാണ്.
ആ KC വേണുഗോപാലിന്റെ സോളാർ കഥകളും ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, അത് എന്റെ മര്യാദ കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, KC വേണുഗോപാൽ, മിസ്റ്റർ KC വേണുഗോപാൽ, നിങ്ങളല്ലേ 500 രൂപയുടെ നോട്ട് കെട്ടുകളുടെ മുകളിൽ അടയിരുന്നത്? ഒരു മാധ്യമം കേരളത്തിൽ പുറത്തുവിട്ടില്ലേ? നിങ്ങളല്ലേ 19 കോടി രൂപ ഒരു ടിക്കറ്റിന്, കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി 19 കോടി രൂപ നിങ്ങൾ വാങ്ങിയെന്ന് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പറഞ്ഞതല്ലേ കേരളത്തിന്റെ മണ്ണിൽ? ആ നിങ്ങളാണോ ഹരിചന്ദ്രനായിട്ട് ഇപ്പൊ ഞെളിഞ്ഞ് ശോഭാ സുരേന്ദ്രനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ഈ നാടകമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഞാൻ പാലക്കാട്ടേക്ക് പോവുകയാണ്. ഞാൻ ജനങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, മാർക്സിസ്റ്റുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റുകാരന്റെ മകൻ BJP-യിൽ ഞാൻ ആക്കിയിട്ടുണ്ട്, ഷാളിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മാധ്യമവും അത് വാർത്ത ചെയ്തില്ല. അതുപോലെ തന്നെ പിരായിരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ ശോഭയ്ക്ക് ഭക്ഷണം തന്നു, ഒരു മാധ്യമവും അത് വാർത്തയാക്കിയില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു ഡീൽ വെച്ചിട്ടുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഒരു ഡീൽ വെച്ചിട്ടുണ്ട്. ആ ഡീൽ എന്താണെന്ന് അറിയുമോ? അവിടുത്തെ കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും ജനങ്ങളുമായിട്ട് ഒരു ഡീൽ ഞാൻ വെച്ചിരിക്കുകയാണ്. അത് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീലാണ്. ആ വികസന മുന്നേറ്റത്തിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകും. പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജനങ്ങൾ ശോഭയെ വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കും.